രുദ്രൻ ആരോ തന്റെ പിന്നിലുണ്ടെന്ന് മനസ്സിലായി. പിന്നീട് ഒന്നും തന്നെ അവൻ സംസാരിക്കാൻ നിൽക്കാതെ ഫോണും കട്ടാക്കി തിരിഞ്ഞു നോക്കിയതും ഇരു കൈയും മാറിൽ കെട്ടി തന്നെ ഉറ്റുനോക്കുന്ന വേണിയാണ് അവൻ അവിടെ കണ്ടത്. നീ എന്താ ഈ സമയത്ത് ഇവിടെ? നീ ആരെ കൊല്ലുന്ന കാര്യമാണ് ഫോണിലൂടെ സംസാരിച്ചത്. ഞാൻ ആരെ കൊന്നാലും നിനക്കൊരു പ്രശ്നവുമില്ലേ? നിന്നെ ബാധിക്കുന്ന കാര്യവുമല്ല. അതവൻ കുറച്ച് ഗൗരവത്തോടെയാണ് അവളോട് പറഞ്ഞത്. നീ എന്തോ മറയ്ക്കാൻ നോക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി രുദ്ര. നീ പോ, എനിക്ക് ഉറക്കം വരുന്നുണ്ട്. നമുക്ക് നാളെ സംസാരിക്കാം. അത്രയും പറഞ്ഞവൻ താഴേക്ക് പോകാൻ തുടങ്ങിയതും അവന്റെ ഷട്ടിൽ പിടിച്ച് ചുമരിലേക്ക് തള്ളി വേണി. നിനക്കെന്താ ലച്ചു വേണ്ടത്? നീ ആരെ കൊല്ലുന്ന കാര്യമാണ് ഫോണിലൂടെ സംസാരിച്ചത്. നീ ആരെയാ കൊന്നത്? എനിക്കറിയണം, പറ. അത് നിന്നെ ബോധ്യപ്പെടുത്തേണ്ട ഒരാവശ്യവും എനിക്കില്ല. മുമ്പിൽ നിന്ന് മാറി നിൽക്കു ലച്ചു. നീ അത് പറയാതെ നിന്നെ ഞാൻ വിടില്ല. അവന് മനസ്സിലായി അവൾ രണ്ടും കൽപ്പിച്ചാണ് നിൽക്കുന്നതെന്ന്. എന്നാ പിന്നെ അതറിഞ്ഞിട്ട് പോയാൽ മതി. അവൻ തന്റെ മീശ ഒന്ന് പിരിച്ച് അവളെ ആകെ മൊത്തം ഒന്ന് നോക്കി. എൻ്റെ ലച്ചു, എൻ്റെ കൺട്രോൾ കളയാൻ വേണ്ടിയിട്ടുള്ള ഡ്രസ്സൊന്നും ഇട്ടുകൊണ്ട് വന്ന് നിൽക്കരുതെന്ന് നിന്നോട് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട്. ഹാഫ് കൈ വൈറ്റ് കണ്ണാടി ഷർട്ടായിരുന്നു അവളുടെ വേഷം. സെയിം വൈറ്റ് കളർ സ്കേർട്ട്, മുട്ടിന് മേലോട്ടല്ല എന്നാൽ താഴോട്ടുമല്ലാത്ത രീതിയിലൊരു സ്കേർട്ടായിരുന്നു അവൾ ഇട്ടിരുന്നത്. നിനക്ക് എന്നെ കാണുമ്പോൾ മാത്രമേ ഉള്ളൂ ഈ സൂക്കേട്. നീ ഇതിനു മുമ്പ് വേറെ പെൺപിള്ളേരെ ഒന്നും കണ്ടിട്ടില്ലേ? തൽക്കാലത്തേക്കിപ്പോൾ നിന്നെ കാണുമ്പോൾ മാത്രമേ ഉള്ളൂ എനിക്ക് ഈ സൂക്കേട്. പിന്നെ വേറെ പെൺപിള്ളേരെ കണ്ടിട്ടില്ലേ എന്ന് ചോദിച്ചാൽ ഒരുപാട് എണ്ണത്തിനെ കണ്ടിട്ടുണ്ട്. എന്നാൽ നിന്നെപ്പോലൊന്ന് നീ മാത്രമേ ഉള്ളൂ. അവൾ ആ സമയമാണ് ശ്രദ്ധിക്കുന്നത് അവന്റെ നോട്ടം ശരിയല്ലെന്ന്. അത് മനസ്സിലാക്കിയ ഉടൻ തന്നെ അവൾ തന്റെ കൈകൊണ്ട് മറച്ചു. എന്തായാലും ഇതെല്ലാം ഞാൻ ഒരിക്കൽ കാണും മോളെ. അന്ന് നീ മറയ്ക്കുന്നത് എനിക്കൊന്ന് കാണണം. പോടാ പട്ടി. പെട്ടെന്ന് തന്നെ അവൾ തിരിഞ്ഞു നിന്നു. അവൻ കുറച്ചുകൂടി അവളുടെ അടുത്തേക്ക് ചേർന്ന് നിന്നു. അവന്റെ കൈകൾ കൊണ്ട് അവളെ പൊതിഞ്ഞു. വേണിയുടെ കഴുത്തിലേക്ക് അവൻ തൻ്റെ താടി അടുപ്പിച്ചതും പെട്ടെന്ന് അവളൊന്ന് ഞെട്ടി. എന്നിൽ നിന്ന് ഇങ്ങനെ ഒരു നീക്കം നീ ഒട്ടും പ്രതീക്ഷിച്ചില്ലല്ലേ? വിടു രുദ്ര എന്നെ. നീ ആകാശത്തേക്ക് നോക്കി. നമ്മളെ നോക്കി രണ്ട് നക്ഷത്രങ്ങൾ കണ്ണ് ചിമ്മുന്ന നീ കണ്ടോ? നിന്നോട് എന്നെ വിടാനാ പറഞ്ഞത്. നീ എന്ത് ഹെയർ ഓയിലാണ് യൂസ് ചെയ്യുന്നത്? എന്നെ മത്തു പിടിപ്പിക്കുന്ന ഗന്ധം. അവൻ തൻ്റെ താടി ഒന്നും കൂടി അടുപ്പിച്ച് വെച്ചതും പെട്ടെന്ന് അവളൊന്ന് ഞെട്ടി. അവൻ അതുകൂടി പറഞ്ഞപ്പോൾ അവളുടെ കൺട്രോൾ ഫുൾ പോയിരുന്നു. വേണി കുതിറി മാറാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവളുടെ ശരീരം ഇളകുന്നത് മാത്രം മിച്ചം. പിന്നെ നീയൊന്നും മനസ്സ് വെക്കുകയാണെങ്കിൽ അടുത്ത മാസം തന്നെ നമുക്കൊരച്ഛനും അമ്മയും ആകാം. ആഹാ, നിങ്ങൾ രണ്ടും പകല് ഞങ്ങളുടെ കണ്ണിൽ പൊടിയിട്ടിട്ട് ഇരട്ടത്ത് പ്രണയിക്കുകയാണല്ലേ? രുദ്രൻ അവളിൽ നിന്നും പിടിവിടാതെ തന്നെ തിരിഞ്ഞു നോക്കിയതും സിദ്ധാർത്ഥ് തങ്ങളെ തന്നെ നോക്കി നിൽക്കുകയാണ്. ടെറസിലെ ഡോർ തുറന്നു കിടക്കുന്നത് കണ്ടാണ് സിദ്ധാർത്ഥ് അവിടേക്ക് ചെന്നത്. അവിടെ ചെന്നപ്പോൾ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത കാഴ്ചയാണ് അവൻ അവിടെ കണ്ടത്. വേണിയുടെ ഉള്ള മാനും കൂടി പോകുമെന്ന നില കണ്ടപ്പോൾ അവൾ പിന്നെ ഒന്നും ചിന്തിക്കാതെ അവന്റെ വലതേ കാല് നോക്കി നല്ലൊരു ചവിട്ടങ്ങ് കൊടുത്തു. ഒട്ടും പ്രതീക്ഷിക്കാത്തത് കിട്ടിയത് കൊണ്ട് തന്നെ അവൻ അവളിൽ നിന്നും പെട്ടെന്ന് പിടിവിട്ടു. നിനക്ക് കണ്ണിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ സിദ്ധു? ഞാൻ ഇവന്റെ കൂടെ റൊമാൻസിന് നിൽക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? പിന്നെ ഞാനിവിടെ വന്നപ്പോൾ അവൻ നിന്നെ ചേർത്ത് പിടിച്ചിരിക്കുന്നതാണല്ലോ കണ്ടത്. അവനാണ് എന്നെ ചേർത്ത് പിടിച്ചത്, അല്ലാതെ ഞാനല്ല. പിന്നെ നീ ഇപ്പൊ പറഞ്ഞതിനുള്ള മറുപടി. ഇപ്പൊ ഇവിടെ ഇവൻ നിൽക്കുന്നത് കൊണ്ട് മാത്രം ഞാൻ അതിനൊന്നും മിണ്ടുന്നില്ല. അത്രയും പറഞ്ഞ് അവൾ താഴേക്ക് പോയി. രുദ്രനും താഴേക്ക് പോകാൻ തുടങ്ങിയതും അവന്റെ കയ്യിൽ കയറി സിദ്ധു പിടിച്ചു. അളിയൻ അവിടെ ഒന്ന് നിന്നേ. എന്താടാ, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നടന്നതൊന്നും നീ മറന്നിട്ടില്ലല്ലോ? നീ എന്താ എന്നെ അങ്ങനെയാണോ കണ്ടിരിക്കുന്നത്? ഞാൻ വെറുതെ അവളെ ചൊടിപ്പിക്കാൻ വേണ്ടി ഓരോന്ന് കാണിച്ചു കൂട്ടുന്നതല്ലേടാ. ഞാൻ പറഞ്ഞെന്നേ ഉള്ളൂ, എല്ലാം ഒരു ലിമിറ്റിട്ട് വേണം. എല്ലാ കാര്യത്തിലും നിനക്ക് നല്ല കൺട്രോളാണെന്ന് എനിക്കറിയാം. അവൾ നിന്റെ സ്വന്തമാകുന്നത് വരെയെങ്കിലും വെയിറ്റ് ചെയ്തേ മതിയാകൂ. അത്രയും പറഞ്ഞുകൊണ്ട് സിദ്ധാർത്ഥൻ താഴേക്ക് പോയി. കുറച്ച് മോശമായി പോയല്ലേ? ഇനി എന്തായാലും വരുന്നിടത്ത് വെച്ച് കാണാം. അവൻ ഓരോന്ന് പറഞ്ഞുകൊണ്ട് ടെറസിലേക്ക് കട്ടിലേക്ക് ചെന്ന് കിടന്നു. ഹരി പതിവ് പോലെ തന്നെ റെസ്റ്റോറൻറ്റിലേക്ക് പോയി. ദേവ ഇപ്പോൾ ഓഫീസ് കാര്യങ്ങളിൽ ബിസിയായി തുടങ്ങിയിരിക്കുന്നു. വേദിയാണെങ്കിൽ നിവൃത്തികേട് കൊണ്ട് കോളേജിൽ പോയി തുടങ്ങി. അതെന്താണ് ഈ നിവൃത്തികേടെന്നല്ലേ നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നത്?
വേദി ഇപ്പോൾ ലേഡീസ് കോളേജിലാണ് പഠിക്കുന്നത്. പഴയതുപോലെ ആരുടെയും തോളിലൊന്നും കയറാൻ പറ്റുന്നില്ല. ആ ഒരു വിഷമം മാത്രമേ അവൾക്കുള്ളൂ താനും. ഈ ഒരൊറ്റ കാര്യം ഒഴിച്ചാൽ ബാക്കിയെല്ലാം കുട്ടി വളരെ ഹാപ്പിയാണ്. ദേവയാണെങ്കിൽ അന്ന് പെണ്ണ് കണ്ടു പോയതിനു ശേഷം ശ്രീയെ വിളിക്കാനും സംസാരിക്കാനും നിന്നിട്ടില്ല. അതിൻ്റെതായ കാരണങ്ങളുമുണ്ട്. ഓഫീസ് ഡ്യൂട്ടിയിൽ ഇപ്പോൾ അവൻ വളരെയധികം ബിസിയാണ്. കല്യാണം ഉറപ്പിച്ചതിന് ശേഷം ദേവയുടെ ഓഫീസിലേക്ക് തൽക്കാലത്തേക്ക് പോകണ്ട എന്ന് രണ്ട് വീട്ടുകാരും തമ്മിൽ തീരുമാനിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ശ്രീ ഇപ്പോൾ സിദ്ധാർത്ഥിന്റെ കൂടെ തന്നെയാണ് ഓഫീസിലേക്ക് പോകുന്നത്. വേണിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പം വലുതായിട്ടൊന്നും ആൽക്കഹോൾ കഴിക്കാറില്ല. അതിന്റെ കാരണം നിങ്ങൾക്കറിയാമല്ലോ. ചെകുത്താൻ രുദ്രനെ പേടിച്ചാണ്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുമായിരിക്കും രുദ്രനെ അവൾക്ക് ഇത്രയും പേടിയോ എന്ന്. എന്നാൽ അതുകൊണ്ടൊന്നുമല്ല. മദ്യത്തിന്റെ ലഹരിയിൽ നമ്മൾ എന്തൊക്കെ ചെയ്തു കൂട്ടുന്നതെന്ന് ആർക്കും പറയാൻ പറ്റില്ലല്ലോ. ഇനി അവളായിട്ട് അവൻ അങ്ങനെ ഒരു ചാൻസ് കൊടുക്കണ്ടെന്ന് കരുതിയിട്ടാണ് ഇപ്പോൾ കുട്ടി ഒന്ന് ഡീസൻ്റ് ആയത്. വേണിമോളെ, അവൾ തൻ്റെ ഡിസൈനിങ് സെൻറ്ററിലേക്ക് പോകാനുള്ള സമയം കഴിഞ്ഞിട്ടും അവളെ കാണാത്തത് കൊണ്ട് തന്നെ അവളെ അന്വേഷിച്ച് റൂമിലേക്ക് വന്നതാണ് അംബിക. ഡോറിൽ ചെന്ന് തട്ടിയപ്പോൾ തന്നെ ഡോർ തുറന്നു വന്നത് കാരണം അവർ റൂമിനകത്തേക്ക് കയറിയപ്പോൾ വയറുവേദന കാരണം സഹിക്കാനാകാതെ ചുരുണ്ടുകൂടി കിടന്ന് കരയുന്ന വേണിയാണ് അവർ അവിടെ കണ്ടത്. അവർ ആവലാതിയോടെ തന്നെ ബെഡിലേക്ക് ചെന്നിരുന്നു. എന്താ മോളെ, എന്തു പറ്റി നിനക്ക്? അവർ വേണിയുടെ നെറുകിൽ തലോടിക്കൊണ്ടായി ചോദിച്ചു. ഡേറ്റായി അമ്മ. ഈ വട്ടം എന്തെന്നില്ലാത്ത പെയിൻ സഹിക്കാൻ കഴിയുന്നതിനും അപ്പുറമാണമ്മ. ആദ്യത്തെ ഒരു 1-2 ദിവസം അങ്ങനെയൊക്കെ കാണും മോളെ. നിന്നെ ഇത്രയും സമയമായിട്ടും ഒന്നും കഴിക്കാൻ കാണാത്തത് കൊണ്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. ശ്രീ ഒന്നും പറഞ്ഞതുമില്ല? എനിക്കൊന്നും വേണ്ടമ്മേ. ശ്രീയോട് അതിന് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. അവളെ കുറ്റം പറയാൻ പറ്റില്ലല്ലോ. അവൾ പോകുന്ന സമയത്തല്ലല്ലോ നീ എഴുന്നേൽക്കാറുള്ളത്. അവിടെയും എനിക്കിട്ട് തന്നെ താങ്ങിക്കോണം. ഞാൻ നിന്നെ താങ്ങിയതൊന്നുമല്ല. രാവിലെ കുളിച്ചിരുന്നോ? അമ്മയ്ക്ക് എന്നെ കണ്ടിട്ട് എങ്ങനെ തോന്നുന്നത്? കുളിയൊക്കെ കഴിഞ്ഞ പോലെയുണ്ട്. കുറച്ചു നേരത്തേക്ക് ഞാൻ ഒറ്റയ്ക്ക് കിടന്നോട്ടെ പ്ലീസ്. ആരോടും എന്നെ വന്ന് ശല്യം ചെയ്യരുതെന്ന് ഒന്ന് പറയണേ അമ്മേ. മനസ്സിലായി, നിന്നെ ആരും ശല്യം ചെയ്യാൻ വരുന്നില്ല. ഇങ്ങനെ ഒന്നും കഴിക്കാതെ കിടന്നാലും വയറുവേദന കൂടത്തതേ ഉള്ളൂ. നീ വന്ന് എന്തെങ്കിലും കഴിച്ചിട്ട് കിടന്നോ. അവൾക്ക് നല്ലതുപോലെ അറിയാം അംബിക ഒന്നും കഴിക്കാതെ കിടക്കാൻ സമ്മതിക്കില്ല എന്ന്. അതുകൊണ്ട് എതിർപ്പൊന്നും പറയാതെ തന്നെ അംബികയുടെ ഒപ്പം തന്നെ അവൾ ഫുഡ് കഴിക്കാൻ പോയി. അവളുടെ പെരുമാറ്റത്തിൽ നിന്ന് തന്നെ സേതു അപ്പച്ചിക്കും കാര്യം മനസ്സിലായിരുന്നു. പിന്നീട് ഫുഡ് കഴിച്ച് റൂമിലേക്ക് വന്ന് കിടന്നപ്പോൾ സേതു അപ്പച്ചി കയ്യിൽ ഒരു ഗ്ലാസ് പാലുമായി റൂമിലേക്ക് കയറി വന്നു. മോളെ, നീ ഉറങ്ങിയോ? ഇല്ലപ്പച്ചി, ഈ സമയത്ത് ഉറങ്ങാറില്ല. പിന്നെ പെയിനുള്ളത് കൊണ്ട് മാത്രം കിടന്നു എന്നേ ഉള്ളൂ. അവൾ ബെഡിലേക്ക് എഴുന്നേറ്റിരുന്നു കൊണ്ട് അവരുടെ കയ്യിലേക്ക് നോക്കി. ഇതെന്താണ് അപ്പച്ചി? ഈ സമയത്ത് കഴിക്കാനുള്ള ഒരു കഷായമാണ്. ഇത് കുടിച്ചു കഴിഞ്ഞാൽ ആദ്യം നല്ലതുപോലെ വയറുവേദന എടുക്കും. അത് കഴിഞ്ഞാൽ പിന്നെ എല്ലാം ശരിയാവും. മോൾ ഇതൊറ്റ വലിക്കങ്ങ് കുടിക്കും. അപ്പച്ചി. എന്താ മോളെ? താങ്ക് യു. അവർ മറുപടിയായി ഒന്ന് ചിരിച്ചു. അപ്പച്ചി, ഇനി എന്താ മോളെ? രുദ്രനോട് പറയണം ആവശ്യമില്ലാതെ എൻ്റെ പുറകെ നടന്ന് ശല്യം ചെയ്യരുതെന്ന്. എനിക്ക് അവനെ ഇഷ്ടമല്ല. നിങ്ങൾക്കെല്ലാം അറിയാവുന്ന കാര്യവുമാണ്. പിന്നെ അതെന്താ ഇവിടെ ആർക്കും മനസ്സിലാകാത്തത്? അവനുൾപ്പെടെ ആർക്കും അത് മനസ്സിലായിട്ടും മനസ്സിലാകാത്തതുപോലെയാണ് അഭിനയിക്കുന്നത്. അവൻ ഇത്രയും ആരെയും സ്നേഹിച്ച് ഞാൻ ഇന്നേ വരെ കണ്ടിട്ടില്ല മോളെ. എൻ്റെ മോനായതുകൊണ്ട് പറയുമല്ല. അവൻ എന്താ ഒരു കുഴപ്പം? അവനൊരു കുഴപ്പവുമില്ല. ബട്ട് എനിക്കങ്ങനെ ഒരു ഇഷ്ടം അവനോട് തോന്നിയിട്ടില്ല. അതുമാത്രവുമല്ല, ഞങ്ങൾ പണ്ട് തൊട്ടേ ചെയ്യില്ല. ഇതെല്ലാം മനസ്സിലായിട്ടും നിങ്ങൾ മനസ്സിലാകാത്തതുപോലെ നിൽക്കുന്നത് കാണുമ്പോഴാണ് എനിക്ക് സഹിക്കാൻ കഴിയാത്തതും. എനിക്ക് പറഞ്ഞു നോക്കാനേ അവനോട് കഴിയൂ. മോൾക്ക് അവൻ്റെ സ്വഭാവം നന്നായി അറിയാവുന്നതല്ലേ. അവനൊരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിന് ഒരു മാറ്റവും ഉണ്ടാകില്ല എന്ന്. എല്ലാം അവൻ്റെ വാശിക്ക് വിട്ടുകൊടുക്കാൻ പറ്റുമോ? എനിക്കുമില്ലേ ഒരു ലൈഫ്. ഞാൻ ആഗ്രഹിച്ചതുപോലെ ജീവിക്കണമെന്ന്. അതിന് അപ്പച്ചിയുടെ മോൻ ഒരു തടസ്സമായി നിൽക്കരുത്. ഇപ്പോൾ തന്നെ ആവശ്യമില്ലാതെ അവൻ ഒരുപാട് സ്വാതന്ത്ര്യം എൻ്റെ മേലെ എടുക്കുന്നുണ്ട്. അപ്പച്ചിയുടെ മുഖത്തേക്ക് നോക്കി എനിക്ക് പറയാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. ഇത്രയും നാൾ ഞാനൊന്നും മിണ്ടാതിരുന്നത്
ഞാൻ കാരണം അച്ഛൻ്റെയും അപ്പച്ചിയുടെയും ഇടയ്ക്ക് ഒരു പ്രശ്നമുണ്ടാക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നതുകൊണ്ട് മാത്രമാണ്. ഇനിയും അവൻ ഇങ്ങനെ പോയാൽ ബന്ധങ്ങളെല്ലാം മറന്ന് തന്നെ ഞാൻ സംസാരിക്കേണ്ടി വരും. വേണി പറയുന്നതെല്ലാം കേട്ട് അവർ നിന്നതല്ലാതെ മറുത്തൊരക്ഷരം പോലും മിണ്ടാതെ അവർ ആ റൂം വിട്ട് പുറത്തേക്ക് പോയി. തുടരും. ഈ ഒരു സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക്, കമൻറ്റ്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.